ദശാംസിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാത്രമൊന്നും അഞ്ചലോട്ടിയുടെ ബ്രസീൽ ആയിട്ടില്ല. എംബാപ്പയുടെയും എക്കിടിക്കയുടെയും ഗോളിൽ ഗില്ലിറ്റിലിട്ട് കാഡ്നറുകളെ അടക്കം ചെയ്തിരിക്കുകയാണ് ഫ്രാൻസിന്റെ പടക്കോപ്പുകൾ. മത്സരത്തിന്റെ തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ ഫ്രഞ്ച് പടക്കായി സൂപ്പർ താരം കിലിയൻ എംബാപ്പയും യുവതാരം ഹ്യൂഗോ എക്കിടിക്കയും വലകുലുക്കി ടീമിനെ 2-0 എന്ന ലീഡിലെത്തിച്ചു. എന്നാൽ 78-ാം മിനിറ്റിൽ ബ്രെമ്മർ നേടിയ ഗോൾ ബ്രസീൽ ക്യാമ്പിൽ പ്രതീക്ഷകൾ നൽകിയെങ്കിലും സമനില പിടിക്കാൻ അത് മാത്രം മതിയാകുമായിരുന്നില്ല. മത്സരത്തിനു മുമ്പേ അഞ്ചലോട്ടിയുടെ തല പുകഞ്ഞു കാണണം. ടീമിന്റെ പ്രതിരോധ നിരയിലെ കരുത്തരായ ഗബ്രിയൽ മഗൽഹെസ്, മാർക്കിഞ്ഞോസ്, അലക്സാൻഡ്രോ എന്നിവർ പരിക്കിനെ തുടർന്ന് പുറത്തായത് പരിശീലകന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ 1-ാം നമ്പർ ഗോൾ കീപ്പർ അലിസൺ ബക്കറുടെ അഭാവം ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അതേസമയം ആക്രമണ നിരയിൽ നെയ്മറെ ഒഴിവാക്കിക്കൊണ്ട് ഇഗോർ തിയാഗോ, റയാൻ തുടങ്ങിയ യുവ പ്രതിഭകളെ പരീക്ഷിക്കാനുള്ള മാനേജ്മെന്റിന്റെ തീരുമാനം ടീമിൽ ഒരു നിലക്കും ഫലം കണ്ടില്ല എന്നത് ലോകകപ്പിന് മുമ്പേയുള്ള ഒരു ചോദ്യചിഹ്നമാണ്. മത്സരത്തിന്റെ തുടക്കം മുതൽ ബ്രസീൽ ആക്രമിച്ചു കളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. 5-ാം മിനിറ്റിൽ തന്നെ റാഫിഞ്ഞക്ക് ബോക്സിനുള്ളിൽ ഒരു മികച്ച അവസരം ലഭിച്ചെങ്കിലും ഇടതുകാൽ ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി. മത്സരത്തിന്റെ 8-ാം മിനിറ്റിൽ മൈക്കിൾ ഒലീസ് എടുത്ത കോർണറിൽ നിന്ന് ഹ്യൂഗോ എക്കിടിക്കെ തൊടുത്ത ഹെഡർ ലക്ഷ്യം തെറ്റി പുറത്തുപോയത് ബ്രസീലിന് വലിയൊരു മുന്നറിയിപ്പായിരുന്നു. മത്സരത്തിന്റെ 32-ാം മിനിറ്റിൽ ബ്രസീൽ ആരാധകരെ നിരാശരാക്കി മധ്യനിരയിൽ നിന്ന് ഒസ്മാൻ ഡെംബെലെ വെച്ചു നീട്ടിയ മനോഹരമായൊരു ത്രൂ ബോൾ ബ്രസീലിയൻ പ്രതിരോധ കോട്ടയെ തകർത്ത് മുന്നേറുന്നുണ്ട്. പന്തുമായി കുതിച്ചുപാഞ്ഞ കിലിയൻ എംബാപ്പയെ തടയാൻ ബ്രസീലിയൻ പ്രതിരോധത്തിന് സാധിച്ചില്ല. മുന്നോട്ട് കയറി വന്ന ബ്രസീലിയൻ ഗോൾ കീപ്പറെ അതിസമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു ചിപ്പ് ഗോളിലൂടെ മത്സരത്തിലെ ഫ്രാൻസിന്റെ ആദ്യ ലീഡ് ഉയർത്തി. പന്ത് ഗോൾ വര കടന്നതോടെ സ്റ്റേഡിയം ആവേശത്തിലായിരുന്നു. 41-ാം മിനിറ്റിൽ ബ്രസീലിന് ലഭിച്ച കോർണറിൽ നിന്ന് കസമീറോ ഉയർന്നു ചാടി തൊടുത്ത ഹെഡർ ബാറിന് മുകളിലൂടെ പാഞ്ഞത് ആരാധകരിൽ നിരാശ പടർത്തി. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒലീസിന്റെ പാസിൽ നിന്ന് എംബാപ്പ വീണ്ടും ഗോളിനായി ശ്രമിച്ചെങ്കിലും ഇത്തവണ പന്ത് ബാറിന് മുകളിലൂടെ പറക്കുകയായിരുന്നു. ഇടവേളക്ക് പിരിയുമ്പോൾ ഒരു ഗോളിന്റെ മുൻതൂക്കത്തിൽ അഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തിയാണ് ഫ്രഞ്ച് പടയാളികൾ കളം വിട്ടത്. 2-ാം പകുതിയിൽ അഞ്ചലോട്ടി ഒരു മാറ്റം വരുത്തി. റാഫിഞ്ഞയെ പിൻവലിച്ച് എൻട്രിക്കിനെ കൊണ്ടുവന്നു. മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ നാടകീയമായ ഒരു ടേണിംഗ് പോയിന്റിനാണ് ഗില്ല സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഗോൾ നേടാനുള്ള സുവർണ അവസരവുമായി കുതിച്ച ബ്രസീലിയൻ താരം വെസ്ലിയെ വീഴ്ത്തിയതിന് ഫ്രഞ്ച് പ്രതിരോധ താരം ഉപമെക്കോനക്ക് നേരെ റഫറി ആദ്യം യെല്ലോ കാർഡ് ഉയർത്തി. എന്നാൽ വാർ പരിശോധനയിൽ ഇത് നേരിട്ടുള്ള ഗോളവസരം തടയലാണെന്ന് കണ്ടെത്തിയതോടെ റഫറിയുടെ തീരുമാനം തിരുത്തി ചുവപ്പ് കാർഡും ഉയർത്തി. 2-ാം പകുതിയിൽ 10 പേരായി ചുരുങ്ങിയ ഫ്രാൻസിനെതിരെ ബ്രസീൽ സർവ്വശക്തിയുമെടുത്ത് ആക്രമിച്ചു കളിച്ചു. ലൂയിസ് എൻട്രിക്കിന്റെയും വിനീഷ്യസിന്റെയും ഗോളെന്നുറപ്പിച്ച 2 ശ്രമങ്ങൾ ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്കിൾ മാഗ്നൻ അതിസാഹസികമായി തടഞ്ഞിട്ടു. 10 പേരായി ചുരുങ്ങിയിട്ടും ഫ്രഞ്ച് പ്രതിരോധം തീർത്ത പ്രതിരോധ ബലത്തിന് മുമ്പിൽ ബ്രസീലിന്റെ നീക്കങ്ങൾ അവസാനിച്ചു. മത്സരത്തിന്റെ 65-ാം മിനിറ്റിൽ ബ്രസീലിയൻ പ്രതിരോധത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഫ്രാൻസ് തങ്ങളുടെ 2ാമത്തെ ഗോളും കണ്ടെത്തി. ലിവർപൂളിനായി ഈ സീസണിൽ ഗോളടിച്ചു കൂട്ടി തകർപ്പൻ ഫോമിൽ തുടരുന്ന ഹ്യൂഗോ എക്കിടിക്കയുടെ ബൂട്ടിൽ നിന്നാണ് ആ ഗോൾ പിറന്നത്. ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് ബ്രസീലിന്റെ 2 പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ വളരെ കൃത്യമായി ഒലീസിന്റെ പാസ് എക്കിടിക്കയിലേക്ക് എത്തുന്നു. എംബാപ്പെ നേരത്തെ എന്ത് ചെയ്തോ അതുതന്നെയായിരുന്നു എക്കിടിക്കയും ചെയ്യാനുണ്ടായിരുന്നത്. പന്ത് വലയിലെത്തുമ്പോൾ റാഫിഞ്ഞയും വിനീഷ്യസും നിലയുറപ്പിച്ച മുന്നേറ്റ നിരക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ബാർസയിൽ കണ്ട റാഫിഞ്ഞയോ റയലിൽ കണ്ട വിനീഷ്യസിനോ അമേരിക്കയുടെ പുൽമൈതാനത്തിൽ ആരാധകർക്ക് കാണാൻ സാധിച്ചില്ല. 67-ാം മിനിറ്റിൽ എഡ്രിയാൻ റാബിയോട്ട് ബോക്സിന്റെ വലതുവശത്തു നിന്ന് തൊടുത്ത ഷോട്ട് ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേസൺ തടഞ്ഞിട്ടു. മത്സരത്തിന്റെ 78-ാം മിനിറ്റ്. ഫ്രാൻസിന്റെ ബോക്സിൽ ഗോൾ കീപ്പർ അടക്കം 9 താരങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നു. ഫ്രഞ്ച് പട നിരത്തിയ വേലി തകർക്കാൻ ഹെൻട്രിക്കിന്റെ ക്രോസ് മാത്രം മതിയായിരുന്നു. ബ്രെമ്മർ ആ ക്രോസിനെ ഗോൾ പോസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഫ്രാൻസ് ഗോൾ കീപ്പർ മൈക്കിനെ മറികടന്ന് പന്ത് കടന്നതോടെ ഫ്രാൻസ് ഉയർത്തിയ 2 ലീഡ് 1-ആയി കുറിച്ചു. തൊട്ടടുത്ത മിനിറ്റുകളിൽ ലൂയിസ് എൻട്രിക്കിന് ലഭിച്ച അവസരം പിഴച്ചുപോയത് ബ്രസീലിന് വലിയ നഷ്ടമായി. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ സ്റ്റേഡിയത്തെ മുൾമുനയിൽ നിർത്തിയ നിമിഷമാണ് വിനീഷ്യസിൽ നിന്ന് പിറന്നത്. ബ്രെമ്മറുടെ കൃത്യമായ പാസ് സ്വീകരിച്ച് വിനീഷ്യസ് ജൂനിയർ തൊടുത്ത വലങ്കാൽ ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ വെളിയിലേക്ക് പോയപ്പോൾ ബ്രസീൽ ആരാധകർ ഒന്നടങ്കം തലയിൽ കൈവച്ചു പോയി. തൊട്ടുപിന്നാലെ ഡാനിലോയുടെ ശ്രമവും ഫ്രഞ്ച് പ്രതിരോധം തടഞ്ഞതോടെ
സമനില പിടിക്കാനുള്ള ബ്രസീലിന്റെ അവസാന പ്രതീക്ഷയും അവിടം അസ്തമിച്ചു. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ബ്രസീൽ സമനിലക്കായി സർവ്വശക്തിയും പുറത്തെടുത്തപ്പോൾ ഫ്രഞ്ച് പ്രതിരോധം പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇബ്രാഹിമ കൊണാട്ടയും പകരക്കാരനായി വന്ന മാക്സൻസും ബ്രസീലിന്റെ മുന്നേറ്റങ്ങളെ ബോക്സിന് പുറത്തു വെച്ച് തന്നെ നിർവീര്യമാക്കി. നെയ്മർ എന്ന മനുഷ്യന്റെ അഭാവം ബ്രസീൽ ടീമിൽ പ്രകടമാകുന്നുണ്ട് എന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം ദേശീയ ടീമിൽ നെയ്മറിന്റെ പ്രകടനങ്ങൾ ക്ലബ്ബ് മത്സരങ്ങളെക്കാൾ മൂർച്ചയേറിയതാണ്. ക്ലബിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേശീയ ടീമിൽ നിന്ന് വിളി വരുന്നത് എത്ര കഷ്ടമാണെന്ന് വിനിയുടെ വാക്കുകൾ അയാൾക്ക് മഞ്ഞപ്പടയോടുള്ള മാനസിക ബന്ധം വിളിച്ചോതുന്നതാണ്. എന്നാൽ ഒരിടത്ത് ഒരു മനുഷ്യൻ ആഞ്ചലോട്ടിയുടെ വിളിക്കായി കാത്തിരിക്കുകയാണ്. സർവ്വം നൽകാൻ അയാൾ തയ്യാറാണ്. എന്നിട്ടുമെന്തേ ആഞ്ചലോട്ടിയുടെ കണ്ണുകൾ അയാളിലേക്ക് തിരിയാത്തത്? ഈയൊരു മത്സരത്തോടു കൂടി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും.